നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 240 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് നൽകുന്ന സബ്സിഡി നിലച്ചേക്കും. ഈ വിഭാഗത്തിലെ 65 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് 2 മാസം കൂടുമ്പോൾ ബില്ലിൽ ലഭിക്കുന്ന 148 രൂപയുടെ ഇളവാണ് ഇല്ലാതാവുക. ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുകയിൽ നിന്നാണ് സബ്സിഡിക്ക് തുക KSEB കണ്ടെത്തുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ഉടൻ തീർപ്പാക്കുമ്പോൾ ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന തുക സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2012 നിരക്ക് ഉയർത്തിയപ്പോൾ കുറഞ്ഞ ഉപഭോഗമുള്ളവർക്ക് ഈ നിരക്ക് വർധന ബാധിക്കാതിരിക്കാനാണ് സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചത്. ഇതിന് പ്രതിവർഷം 303 കോടി രൂപ വേണം. വൈദ്യുതി ബോർഡ് 2013 കമ്പനിയായി മാറിയപ്പോൾ സർക്കാരിൽ നിന്ന് സ്വത്തുക്കൾ കമ്പനിയിലേക്ക് മാറ്റാൻ ധാരണയുണ്ടായി. പെൻഷൻ നൽകുന്നതിനായി മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഫണ്ട് നിക്ഷേപിക്കാനും സർക്കാരും ബോർഡും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് പ്രകാരം ട്രസ്റ്റിനുണ്ടാകുന്ന പെൻഷൻ ബാധ്യതയുടെ 65.4% വൈദ്യുതി ബോർഡും 34.6% സർക്കാരും ഏറ്റെടുക്കണം. 10 വർഷത്തേക്ക് സർക്കാർ വിഹിതം സർക്കാരിനു വേണ്ടി KSEB സ്വരൂപിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചു. കാലാവധി പൂർത്തിയായതോടെ 2023 നവംബർ 1 ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സർക്കാരിലേക്ക് അടയ്ക്കാൻ ഉത്തരവിറങ്ങി. മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഫണ്ട് നൽകുന്നതിനുള്ള ത്രികക്ഷി കരാറിലെ വകുപ്പ് കൂടി റദ്ദു ചെയ്തു. പെൻഷനെ ബാധിക്കുന്ന വകുപ്പ് റദ്ദാക്കിയതിനെതിരെ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചു. ഡ്യൂട്ടി സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടിയായി പിരിക്കുന്ന തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ KSEB തന്നെ സൂക്ഷിച്ചു. കേസ് പ്രതികൂലമാകുമെന്ന് കണ്ടതോടെ ജൂലൈയിൽ പെൻഷനെ ബാധിക്കുന്ന വകുപ്പുകൾ പുനഃസ്ഥാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. ഇതോടെ കേസിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകും. ഒരു വർഷം ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്നത് 1500 കോടിയാണ്. നിലവിൽ KSEB പെൻഷൻകാരുടെ എണ്ണം 41,000 ഒരു വർഷം പെൻഷൻ നൽകുന്നതിന് 2500 കോടിയാണ് ചിലവ്. ഇതിൽ 1400 കോടിയാണ് താരിഫിൽ നിന്ന് എടുക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ബാക്കി 1100 കോടി രൂപ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത്.